ഹായ്, ഞാനിന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയതാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും എത്ര പേർക്കറിയാമെന്നറിയില്ലല്ലോ. ചക്കക്കുരു, ഇരുമ്പമ്പുളി, ചെമ്മീൻ, ഇതാണ് 3 ഐറ്റംസാണ് എൻ്റെ റെസിപ്പിയുടെ സാധനങ്ങൾ. ഇത് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോണെന്ന്. അതിനാദ്യം ചക്കക്കുരു തൊലി കളഞ്ഞ് വേവിക്കുക. അത് കഴിഞ്ഞാൽ വേവിക്കാൻ അടുപ്പത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഇരുമ്പമ്പുളി ഇങ്ങനെ വട്ടത്തിൽ നുറുക്കി വെളിച്ചെണ്ണ ഉപയോഗിച്ച് വറക്കുക. വറക്കണത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ ഉടഞ്ഞു പോകാതിരിക്കാനാണ് കൂട്ടാൻ വയ്ക്കുമ്പോൾ. നല്ല ഒരു കളർ ചേഞ്ച് ആവുന്ന വരെ വറക്കണം എന്ന് പറഞ്ഞാൽ അത് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ചട്ടിയിലാണ് വയ്ക്കണത്. ഇപ്പോൾ ചിലപ്പോൾ കരിഞ്ഞാലോ. കളർ ചേഞ്ച് ആയാൽ അതിൽ പച്ചമുളക്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ പച്ചയ്ക്ക് തന്നെ ചതച്ചിടുക. അതൊന്നും വറക്കണ്ട കേട്ടോ. അത് അങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കുക. അടുപ്പത്ത് സിമ്മോ അല്ലെങ്കിൽ സാധാരണ പോലെ സിമ്മാക്കിയിട്ട് അല്ലെങ്കിൽ ഫുള്ളിലോ ഇടുക. അത് കഴിഞ്ഞാൽ തിളച്ച ചക്കക്കുരു അപ്പോഴേക്കും പകുതിയിലധികം വെന്തുണ്ടാവും. അതും കൂടി ചേർത്ത് ഇതിൽ വേവിക്കുക. ഉപ്പിടുക, അതിനൊപ്പം ഉപ്പിട്ടിട്ട് വേവിക്കുക. അപ്പോൾ തിളച്ച് എല്ലാം കൂടി വേവാറാകുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് പിന്നെ നാളികേരം ആദ്യം കുറച്ച് എണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തന്നെ, എണ്ണ അധികം ഒന്നിലും ഉപയോഗിക്കാറില്ല. സ്പ്രേ ചെയ്തിട്ട് നാളികേരം വറുത്ത് പകുതിയിലധികം വറുത്ത് വറവാകുമ്പോൾ അതിലേക്ക് ചെമ്മീനിട്ട് വേവിക്കുക. ചെമ്മീനിട്ട് വറക്കുക. ചെമ്മീനൊക്കെ കരിഞ്ഞു പാട് നോക്കണം. എന്നിട്ടത് നല്ലപോലെ അരച്ചെടുക്കുക. ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചിലവർക്ക് ചെമ്മീൻ മുഴുവനോടെ അരയ്ക്കാണ്ട് ഇടുന്നത് ഇഷ്ടമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അരച്ചൊഴിക്കില്ല പതിവ്. അരച്ചൊഴിച്ചിട്ട് അത് ഈ മീൻകൂട്ടാൻ്റെ പാത്രം തുറന്ന് നോക്കി വെള്ളമൊക്കെ പാകമായി വേണമെങ്കിൽ ഈ അരപ്പ് അതിൽ ചേർക്കുക. അരപ്പ് അതിൽ ചേർത്തിട്ട് പാലൊഴിച്ചാൽ പോരാ കേട്ടോ, അരപ്പ് തന്നെ വേണം, നാളികേരം തന്നെ വേണം. ഇതിൻ്റെ കൂട്ട് അങ്ങനെയാണ്. ഒഴിച്ച് വെള്ളം പാകമാവുന്നവരെ വീണ്ടും തിളപ്പിച്ചിട്ട് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. നല്ല ചെമ്മീൻ നാളെയും കൂടി അരച്ച് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞുള്ളി എടുത്ത്, ഞാൻ ചെമ്മീൻ നാളെയും കൂടി വറുത്ത പാത്രത്തിൽ ഞാൻ ഉള്ളി മൂപ്പിച്ചത്. അതിലാവുമ്പോൾ എണ്ണ അതിൻ്റെ ടേസ്റ്റൊക്കെ നിൽക്കുമല്ലോ. അപ്പോൾ അത് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുക. കറുത്ത ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കണേ. അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നല്ല കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.